ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ ശുചീകരണ തൊഴിലാളിയുമായി ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന പ്രദേശത്താണ് പരിശോധന നടക്കുന്നത്. റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം പരിശോധനയ്ക്കായുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹനും നമ്മുടെ വാർത്താ സംഘവും ധർമ്മസ്ഥലയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപക് മോഹൻ, ധർമ്മസ്ഥലയിൽ കാടിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന ഭാഗം. ഇപ്പോൾ ദൃക്സാക്ഷിയെ എത്തിച്ച് അയാളെ തിരിച്ചറിയാതിരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള പരിശോധനയാണോ നടക്കുന്നത്? സുജാ പാർവതി, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ കഴിഞ്ഞ ദിവസം നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. 15 മണിക്കൂറിലേറെ നീണ്ടുനിന്ന മൊഴിയെടുപ്പിനൊടുവിൽ എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന് നേരത്തെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപമുള്ള ഈ സ്നാനഘട്ടിലേക്ക്, നേത്രാവതി പുഴയൊഴുകുന്ന സ്നാനഘട്ടിലേക്ക് ഈ ശുചീകരണ തൊഴിലാളിയെയും അങ്ങോട്ട് SIT സംഘം എത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള 3 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലകളിലടക്കം മൃതദേഹങ്ങൾ എന്ന ഇപ്പോൾ നേത്രാവതി സ്നാൻഘട്ട് എന്ന് പറയുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള ഭാഗമല്ലേ ദീപക്? അകലെയായി നേത്രാവതി സ്നാനഘട്ടിന് സമീപത്താണ് ഇപ്പോൾ ഈ ശുചീകരണ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്ത് നിന്നാണ് മുൻപ് ഒരു തലയോട്ടി കണ്ടെത്തിയത് എന്ന പോലീസിന്റെ നിഗമനം. അതനുസരിച്ച് ആ മേഖലയിൽ പരിശോധന നടത്താനായാണ് ഇപ്പോൾ SIT സംഘം ശുചീകരണ തൊഴിലാളിയുമായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി പോലീസുകാർ ഈ മേഖലയിലുണ്ട്. ഇന്ന് കുഴിച്ചു പരിശോധന നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാനാണ് SITയുടെ തീരുമാനം. സുജയ, ധർമ്മസ്ഥലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ദീപക് മോഹനും നമ്മുടെ വാർത്താ സംഘവും നൽകിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലയിൽ, അതോടൊപ്പം തന്നെ ക്ഷേത്ര പരിസരങ്ങളിൽ അവിടെ ശുചീകരണ തൊഴിലാളി മണിക്കൂറുകളോളം നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അയാളെ കൂടി എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ പറയുന്ന പ്രദേശം, ഈ പ്രദേശത്ത് ശുചീകരണ തൊഴിലാളി ഓരോ ഇടങ്ങളും ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് ടാഗ് ചെയ്ത് പോവുകയാണോ അന്വേഷണ സംഘം? സുജാ പാർവതി, അതായത് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള 3 കിലോമീറ്റർ ചുറ്റളവിൽ വനമേഖലയ്ക്ക് അടുത്തുള്ള പ്രദേശത്തൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ പ്രതികരണങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ച് ആ മേഖലയിൽ ജിയോ ടാഗിംഗ് നടത്താനായിരുന്നു പോലീസ് സംഘത്തിൻ്റെ തീരുമാനം. എന്നാൽ അതിനു മുൻപ്, കഴിഞ്ഞ 20 ദിവസങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടി കണ്ടെത്തിയ വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. സ്നാൻഘട്ടിന് തൊട്ടടുത്തുള്ള ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അവിടെ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. SITയോടൊപ്പം തന്നെ അവിടെ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. ലഗേജ് റൂമൊക്കെ ഉള്ള ഭാഗത്തിന് അപ്പുറത്താണ് സ്നാനഘട്ടം. ആ സ്നാനഘട്ടത്തിന് മറുപുറത്തായിട്ടുള്ള ഭാഗത്താണ് കുഴിച്ചിട്ടു എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെടുന്നത്. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ഭാഗമാണിത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ധർമ്മസ്ഥലയിലെ ദുരൂഹത നീങ്ങുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഇടങ്ങളിലൊക്കെ ജിയോ ടാഗിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേത്രാവതി സ്നാൻഘട്ടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ശുചീകരണ തൊഴിലാളിയുമായുള്ള SIT സംഘത്തിന്റെ പരിശോധന.